ബ്രദേഴ്സ് കബഡി 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 ദീപം 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 അതുകൊണ്ട് രാമ 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 പാടുകയും ചെയ്തിരുന്നു. പിന്നീട് മനുഷ്യൻ കൃഷി ചെയ്യുവാനും മൃഗങ്ങളെ ഇണക്കി അവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും തുടങ്ങി. ഒന്ന് പതുക്കെ പിടി എന്റെ ചേച്ചി. പതുക്കെ തന്നെയാ ഉണ്ണിയെ പിടിക്കുന്നത്. നിന്റെ അവസ്ഥ കാണുമ്പോ അവര് കബഡി കളിച്ചത് മൈതാനത്തല്ല നിന്റെ ദേഹത്താണെന്ന് തോന്നും. ചതയാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഒരു റഫറിയുടെ ജീവിതത്തിൽ ഇതൊക്കെ വെറും സാധാരണ സംഭവങ്ങളാണ് ചേച്ചി. അതെ അതെ, അടങ്ങി എവിടെങ്കിലും കിടക്കടാ. ഒളിമ്പിക്സിലെ റഫറിമാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ചവിട്ടുകൊണ്ട് ഒതുങ്ങും, അവിടെ വെടിയാ, പിന്നെ റഫറി നിൽക്കുന്ന സ്ഥാനത്ത് വെറും പുകയാ. കഴിഞ്ഞ ഒളിമ്പിക്സിൽ തന്നെ 9 റഫറിമാരെയാണ് അവർ വെടിവെച്ച് കൊന്നത്. എന്നിട്ട് റഫറിമാർക്ക് വല്ല കുറവുണ്ടോ? അതാണ് ചേച്ചി റഫറിമാരെ സ്പിരിറ്റ്. മാമ സൈഡ് പറഞ്ഞെന്ന് പറഞ്ഞ് കളിക്കാരെടുത്തിട്ട് പെരുമാറിയതാവും അമ്മേ. ഒരു റഫറിയുടെ സത്യസന്ധത ചോദ്യം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ രാമനുണ്ണി 2 സൈഡിൽ നിന്നിട്ടുണ്ട്. അത് കളാ. അവിടെ കിടക്കടാ. രാമനുണ്ണി റഫറിയാണോ? കളിയിൽ അച്ചടക്കം നിർബന്ധമാണ്. അച്ചടക്കം കൂടുമ്പം വാശി കൂടും, വാശി കൂടുമ്പം കളിയിൽ കൂട്ടത്തിലുണ്ടാവും. അതിന് റഫറിയോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കളിക്കുന്നവന് സാധു ബീഡിയുടെ വലിപ്പമുള്ള ഒരു കപ്പെങ്കിലും കിട്ടും. നിനക്ക് എന്തോന്നാടാ കിട്ടുന്നത്? ഊരി കളിക്കാൻ ഒരു ബസ്സിലോ? ഓ തുടങ്ങി ചേച്ചി തിരുമു. ഈ വയ്യാത്ത കാര്യം വെച്ച് അധ്വാനിക്കാൻ ഞാൻ ഇനി അധികാലം ഉണ്ടായിന്ന് വരില്ല. കുടുംബത്തിനാകെയുള്ള ഒരു ആന്തരിക ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ കാള കളിച്ച് നടന്നോ? 3 നേരം തിന്നാനുള്ളതൊക്കെ നിന്റെ കളിക്കാർ കൊണ്ടുവന്ന് തരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബരംഗവും കായിക രംഗവും തമ്മിൽ മിക്സ് ആക്കല്ലേ. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. നിനക്കെന്താ ഉണ്ണി ഒരു ജോലിക്ക് ശ്രമിച്ചാല്? അടുത്ത ആഴ്ച 5-6 ജോലികൾ മാവേലി സ്റ്റോർ വഴി വിതരണം ചെയ്യുന്ന ഇന്നത്തെ പത്രത്തിലുണ്ട്. ഞാനൊന്ന് ശ്രമിക്കാം. എന്താ? ഓ, എന്ത് പറഞ്ഞാലും തറുതലേ പറയൂ. ഞാൻ വല്ല അമേരിക്കയിലോ ജപ്പാനിലോ ജനിച്ചിരുന്നെങ്കിൽ എന്നെ അവർ പൊക്കിക്കൊണ്ട് നടന്നേനെ. അച്ഛൻ വന്നിട്ട് വെള്ളം ചൂടായി കാണും. ഇല്ലെങ്കിൽ അവനിപ്പോ ഒളിമ്പിക്സിന്റെ കാര്യം പറയും. നടക്ക. ഈ വീട്ടിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലാതായിപ്പോയല്ലോ. ചേട്ടൻ പോവായില്ലേ? പുറപ്പെടാൻ നേരമായി. ഭാഗ്യം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ കരയിക്കാതെ നോക്കണം. എത്ര നാളാണെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയ. എല്ലാം നമ്മുടെ വിധിയാണ്. ഭാഗ്യം നമുക്ക് ജീവിക്കണ്ടേ. പുറപ്പെടാൻ നേരത്ത് കരയല്ലേ? എനിക്ക് സഹിക്കണില്ല ഏട്ടാ. ഈ പകലൊക്കെ രാത്രിയൊക്കെ പകലുമായിരുന്നെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാതെ ഒപ്പിക്കാമായിരുന്നു. എല്ലാ ദിവസവും രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി, രാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി. ഇവന്മാർക്കൊക്കെ പകലിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചാലെന്താ? ഇന്ന് രാത്രിയും തിരക്ക് പിടിച്ച പണി തന്നെ ആയിരിക്കും. ഭാഗ്യം നേരാമണ്ണം പെർമിറ്റില്ലാത്ത 4 ലോറി സ്പിരിറ്റ് ഇന്ന് കമ്പനിയിലെത്തി. ഈ വടിയും കുത്തിപ്പിടിച്ച് ഞാൻ തന്നെ അതിന് രാവിലെ നിൽക്കേണ്ടി വരും. അളിയന്റെ ഭാഗ്യം. ഒന്ന് കാല് മാറി ചവിട്ടി അത് പിടിച്ചകത്താക്കിയുള്ള കമ്മീഷൻ വാങ്ങ്. ഒന്നുമില്ലെങ്കിൽ എന്റെ പെങ്ങക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ. അത് ശരി. ഞാനത് ഒറ്റ കൊടുത്താൽ കമ്പനിയിലെ ഗുണ്ടകൾ എന്നെ തല്ലി ചതക്കും. അപ്പൊ ഞാൻ ചാവും. എന്റെ 16 അടിയന്തരവും കഴിഞ്ഞ് അതിന്റെ കമ്മീഷനും വാങ്ങി നിനക്ക് നിന്റെ പെങ്ങൾക്ക് സുഖമായിട്ട് കഴിയാം അല്ലേ? അയ്യോ, അറം പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ ചേട്ടാ. പിന്നെ പറയാണ്ട്, തൊഴിലാണ് എന്റെ ചോറ്. ആ ചോറിനോട് എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ആ ആത്മാർത്ഥതയാണ് അളിയൻ ചോദ്യം ചെയ്തത്. അത് ഞാൻ സഹിക്കൂല. ആത്മാർത്ഥതയുടെ കാര്യമൊന്നും അളിയൻ പറയണ്ട. അവിടെ ചെന്നാലും കിടന്നുറക്കമാണെന്നുള്ള ന്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നൈറ്റ് ഡ്യൂട്ടി എന്നുള്ള സെന്റിമെന്റ്സും പറഞ്ഞ് പകൽ ഇവിടെ വന്നും കിടന്നുറക്കം. അയ്യോ സത്യമാണോ ചേട്ടാ? എന്റെ ഭാഗ്യം. ഇതൊന്നും വിശ്വസിക്കല്ലേ. ഇതെല്ലാം വെറും ഊഹാപോഹങ്ങളാണ്. അപ്പൊ 2 പ്രാവശ്യം സസ്പെൻഡ് ചെയ്തോ? സസ്പെൻഡ് ചെയ്തത് പിന്നെ മനുഷ്യനല്ലേ. ഓരോന്ന് ചിന്തിച്ചിരുന്നു സ്വല്പം മയങ്ങിപ്പോയി. ആ മയക്കത്തിനാണ് മലയാളത്തിൽ ഉറക്കം എന്ന് പറയുന്നത്. അതെ, ഉറക്കം എന്റെ ഒരു വീക്ക്നെസ് ആണ്.
നൈറ്റ് ഡ്യൂട്ടിക്കല്ലാതെ പിന്നെ വേറെ ഏത് ജോലിക്കാണ് ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാൻ പറ്റണത്? അല്ലെങ്കിൽ പിന്നെ വല്ല സർക്കാർ ഉദ്യോഗം കിട്ടണം. അയ്യോ ഭാഗ്യം, എനിക്ക് ഇറങ്ങാൻ നേരമായി. ഉറങ്ങാൻ നേരമായെന്ന് പറയലയാ. ഓ ഭാഗ്യം, ഞാൻ ഉറങ്ങട്ടെ. അല്ല ഇറങ്ങട്ടെ. എടി ഭാഗ്യമേ, ദാ നിന്റെ ചേട്ടൻ വരുന്നുണ്ട്. വേഗം പായ വിരിച്ചോ, ഇല്ല ഇപ്പൊ മുറ്റത്ത് വീഴും. രാവിലെ വെള്ളയപ്പം ചുട്ടിട്ടുണ്ട്. സുന്ദരേട്ടന് വിളമ്പട്ടെ? വെള്ളയപ്പം ഉച്ചക്ക് കഴിക്കാം. അപ്പൊ ഉച്ചക്കത്തെ ചോറോ? അത് രാത്രിയിൽ കഴിക്കാം. അപ്പൊ രാത്രിത്തെ കഞ്ഞിയോ? അത് നാളെ രാവിലെ പശുവിന് കൊടുക്കാം. അയ്യോ എന്നെ തലല്ലേ. തല്ലില്ല, ഇപ്പൊ തല്ലില്ല. കിടന്ന ഭാഗ്യം, വെയിലടിക്കുമ്പോ എന്നെ നേരത്തേക്ക് മാറ്റി കരുത്തേക്കണേ. എടാ ചായ കുടിച്ചിട്ട് പോടാ. ചായ ഒന്നും വേണ്ട, ടൂർണമെന്റ് തുടങ്ങാൻ സമയമായി. ഓ അവന്റെ ഒരു ടൂർണമെന്റ് ഇന്നിപ്പോ എവിടൊക്കെ ചായച്ചോണ്ട് വരും? ഒന്ന് വേഗം ഇറങ്ങ്, ഇല്ലെങ്കിൽ രാധിയപ്പോ പോവും. യോ, ആ അത് ശരി. കാലത്തെ കബഡികളി എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുന്നത് കണ്ട പെമ്പിള്ളേട്ടൊക്കെ പുറകെ പോകാനല്ലേടാ? സത്യം ആരടാ രാധിക? എന്റെ പൊന്നി ചേച്ചി, രാധിക എന്ന് പറയുന്ന കോടഞ്ചേരിക്കുള്ള ബസിന്റെ പേരാ. അയ്യോ, എന്ത് പറ്റും? എന്റെ വിസിലെടുക്കാൻ മറന്നുപോയി. സാരില്ല, അത് നമുക്ക് വേറെ വാങ്ങാം. ഓടാ അവിടുന്ന്, സെന്റിമെന്റ്സ് ഉള്ള വിസിലാ. അത് ശരിയാ, ആ വിസിൽ വെച്ച് ഊതിയപ്പോഴൊക്കെ നമ്മുടെ ബ്രദേഴ്സ് ക്ലബ്ബ് ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി രാധിക തടഞ്ഞു നിർത്തും, ഞാൻ വിസിലായിട്ട് ഉടനെ വന്നേക്കാം. എന്നാ ഈ വീട്ടിലൊരു സാധനം വെച്ചാ കാണില്ല. ചേച്ചി, എന്റെ വിസിൽ കണ്ടോ? ചേച്ചി, എന്റെ വിസിൽ കണ്ടോ? വിസിലോ? എനിക്കെന്തിനാടാ നിന്റെ വിസില്? ഭാഗ്യം, ഭാഗ്യം, എന്താ? എന്റെ വിസിലിങ് എടുക്ക്. സത്യമായിട്ട് ഞാൻ വേഷം കണ്ടില്ല. കൊണ്ടൊന്നും വേണ്ട, വിസിലെടുക്കടി. അയ്യോ സത്യമായിട്ടും എന്റെ കുഞ്ഞിനാണ് ഞാൻ കണ്ടില്ല കേട്ടാ വിസില്. ഓ, ആളെ പിടികിട്ടി. അച്ഛനത് അടിച്ചു മാറ്റി കാണും. ഇന്നലെ രാത്രി വിസിലിനെ പറ്റി പുച്ഛിച്ച് സംസാരിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചാണ്. ആ അച്ഛന്റെ വിസിലെട്. എനിക്ക് എന്തിനാടാ നിന്റെ വിസില്? ദേ, ഒരു കാര്യം ഞാൻ എല്ലാരോടും പറഞ്ഞേക്കാം. എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതിന്റെ വിസിലിനോട് തീർക്കരുത്. ഒരു വിസിൽ ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് എന്നിലെ സ്പോർട്സ്മാൻ നശിക്കില്ല, അത് കത്തി ജ്വലിക്കത്തേ ഉള്ളൂ. അയ്യോ, എന്റെ വിസിലിന് സൗണ്ടല്ലേ കേട്ടത്? അത് ശരി, അച്ഛനും മോളും കൂടെ എന്റെ വിസിൽ വെച്ചാ കളിക്കുന്നത്. ആ വിസിൽ കാണാൻ വിഴുങ്ങിയിരുന്നെങ്കിലോ കളി മുടങ്ങിപ്പോയനെ. അയ്യോടാ.